നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ഹൈറേഞ്ചിലെ പ്രധാന വാണിജ്യ വിളയായ ഏലക്കായുടെ വിലയിൽ അടുത്തിടെ ഉണ്ടായ വർധന കർഷകർക്ക് വലിയ ആശ്വാസം. ഈ ദിവസങ്ങളിൽ വിപണിയിൽ രേഖപ്പെടുത്തിയ വർധന കിലോയ്ക്ക് ഏകദേശം 300 രൂപ വരെ. അതേസമയം കൊടുംചൂടിൽ ഏലം കൃഷി കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടി. ഉടുമ്പന്നൂരിൽ ആയുധശേഖരവും ചാരായം മാറ്റാൻ സൂക്ഷിച്ച കോടയുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിമണ്ണൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഉപ്പുകുന്ന് CK കട ഭാഗത്ത് താമസിക്കുന്ന ഇളയമാക്കൽ പ്രവീണിനെ. വേനൽക്കാലത്തെ ശക്തമായ ചൂടിനിടെ മറയൂർ മലനിരകളിൽ കാട്ടുതീ വ്യാപകം. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിനുണ്ടായത് വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത് കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീ. INTUC സംസ്ഥാന കമ്മിറ്റി മെയ് 1 യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കും. പരിപാടി യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ലോക മനുഷ്യ സമൂഹത്തിന്റെ സമാധാന ജീവിതം തകർക്കുന്ന സാഹചര്യത്തിൽ. വിശദമായ വാർത്തകൾ. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വാണിജ്യ വിളയായ ഏലക്കയുടെ വിലയിൽ അടുത്തിടെ ഉണ്ടായ വർധന കർഷകർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. ഈ ദിവസങ്ങളിൽ വിപണിയിൽ രേഖപ്പെടുത്തിയ വിലവർധന കിലോയ്ക്ക് ഏകദേശം 300 രൂപ വരെയാണ്. കഴിഞ്ഞ മാസങ്ങളിലായി വില കുറഞ്ഞ നിലയിൽ തുടരുന്നത് കർഷകരെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കിയിരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഏലം വിപണിയിൽ രേഖപ്പെടുത്തിയ വിലവർധന കിലോയ്ക്ക് ഏകദേശം 300 രൂപ വരെയാണ്. ആവശ്യകത വർദ്ധിച്ചതും ചില ഉൽപാദന മേഖലകളിൽ ലഭ്യത കുറഞ്ഞതുമാണ് വില ഉയരാൻ കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏലക്കാവില ഒരു 300-400 രൂപയോളം ഒരു കിലോയിൽ വർധന ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം കാലാവസ്ഥാ വ്യതിയാനമാണ്. ഭയങ്കരമായ ചൂടാണ്, ആവശ്യക്കാർ ധാരാളമുണ്ട്. ഇനിയും ഈ കാലാവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനിയും വില വർദ്ധിക്കുവാനാണ് സാഹചര്യം കൂടുതലായി നമുക്ക് കാണുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏലക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഗുവാട്ടിമാലയാണ്. അവിടെ കാലാവസ്ഥാ വ്യതിയാനം മുഖാന്തരം അവിടുത്തെ ഏലകൃഷികൾ നാമമാത്രമായിട്ടേ ഉള്ളൂ. കൂടുതൽ ഭാഗം കൃഷികൾ നശിച്ചു പോവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വർഷക്കാലമായി നമുക്ക് 2200 മുതൽ 2500 വരെ ശരാശരി വില ഈ വർഷം എല്ലാ കൃഷിക്കാർക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ സമീപ ദിവസങ്ങളിലായി ഏതാണ്ട് 300-400 രൂപയോളം ഏലക്ക വില നമുക്ക് വർദ്ധിച്ച് കൃഷിക്കാർക്ക് എല്ലാവർക്കും അത് പ്രയോജനകരമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട് ഈ വില. ഇനിയും ഏലക്ക വില വർദ്ധിക്കട്ടെ എന്നാണ് വ്യാപാരികളായ ഞങ്ങളുടെ ഒരു ആഗ്രഹവും. കഴിഞ്ഞ മാസങ്ങളിലായി കുറഞ്ഞ നിരക്കിൽ തുടരുന്ന ഏലക്ക വില കർഷകരെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ശക്തമായ വേനൽച്ചൂടും വിവിധ രോഗബാധകളും ഏലത്തോട്ടങ്ങളിലെ ഉൽപാദനത്തെ ബാധിച്ച സാഹചര്യത്തിൽ കർഷകർ കൂടുതൽ ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നത്. തുടർച്ചയായ വരൾച്ചയും അനിശ്ചിതമായ മഴയും പല പ്രദേശങ്ങളിലും വിളവിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ വിപണിയിൽ രേഖപ്പെടുത്തിയ വിലവർധന കർഷകർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ്. കൊടുംചൂട് ഇടുക്കിയിലെ കാർഷിക മേഖലയെയും സാരമായി ബാധിച്ചു. ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് കർഷകരുടെ വരുമാന മാർഗമായ ഏലം കൃഷി ചൂടുമൂലം കരിഞ്ഞുണങ്ങുകയാണ്. വേനൽമഴ ലഭിക്കാത്തതും ജലസ്രോതസ്സുകൾ വരണ്ടതും കർഷകർക്ക് തിരിച്ചടിയായി. വേനൽച്ചൂടിൽ ഇടുക്കിയിലെ ഏലം മേഖല കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. താപനില 30 ഡിഗ്രി കടന്നതോടെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുകയാണ്. വേനൽമഴ ലഭിച്ചാൽ ചെടികൾ ഉണങ്ങിപ്പോകാതെ നിലനിർത്താൻ കഴിയും. ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ വറ്റിയതും ജലസേചനം നടത്താൻ കഴിയാത്തതും പ്രതിസന്ധിയായി മാറി. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കുന്നതായി കർഷകർ പറയുന്നു. ഈ വർഷത്തെ ഈ അതിഭയങ്കരമായ ചൂട് ഏലം കർഷകർക്ക് ഒരു വളരെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. നെറ്റൊക്കെ കെട്ടി പരമാവധി നമ്മൾ നനച്ചെങ്കിൽ പോലും ഈ വർഷം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തൊരു ഘട്ടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഏലം കൃഷിയാണ് ഒരു വരുമാന മാർഗ്ഗമുള്ളൂ. പണ്ടൊക്കെ കുരുമുളകൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുടികളെല്ലാം നശിച്ചുപോയി, കാപ്പി കൃഷിയെല്ലാം നശിച്ചുപോയി. ഇപ്പോൾ ആകെയുള്ള വരുമാന മാർഗ്ഗം നമുക്ക് ഏലമാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെങ്കിൽ ഇതുപോലെ ഏലം കംപ്ലീറ്റ് ഉണങ്ങി നശിച്ചുപോയി. അതിൽ നിന്നെല്ലാം നമ്മൾ പണത് ഒരുപാട് പൈസ കട കൊടുത്തും ഒക്കെയാണ് ആളുകൾ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വില ഉണ്ടെങ്കിൽ കൂടി കൃഷി ഇങ്ങനെ
നശിച്ചു പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ വെയിലിൽ ഏലച്ചെടികളും വള്ളികളും കരിഞ്ഞുണങ്ങി നശിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ വരൾച്ചയിൽ 113 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് ഏലം കർഷകർക്കുണ്ടായത്. ഇത്തവണ കർഷകർ വലിയ ആശങ്കയിലാണ്. തണൽ വലകൾ വിരിക്കുന്നതിനും ദിവസേന നനയ്ക്കുന്നതിനും കർഷകർക്ക് വലിയ തോതിൽ പണം മുടക്കേണ്ടി വരുന്നു. ഹൈറേഞ്ചിലെ ആയിരക്കണക്കിന് കർഷകരാണിപ്പോൾ ആശങ്കയിൽ കഴിയുന്നത്. ഇടയ്ക്ക് ഒരു വേനൽമഴ പോലും ലഭിക്കാത്ത കൃഷിയിടങ്ങളാണ് കൊടിയ വരൾച്ചയെ നേരിടുന്നത്. ഉടുമ്പന്നൂരിൽ ആയുധശേഖരവും ചാരായം പാറ്റാൻ സൂക്ഷിച്ച കോടയുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പുകുന്ന് സി.കെ. ഭാഗത്ത് താമസിക്കുന്ന ഇളയമാക്കൽ പ്രവീണിനെയാണ് കരിമണ്ണൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2 നാടൻ തോക്കുകൾ, 1 തോട്ടക്കുഴൽ തോക്ക്, 13 തോട്ടകൾ, ഗൺ പൗഡർ എന്നിവയുൾപ്പെടെ വൻ ആയുധശേഖരം കണ്ടെടുത്തു. കൂടാതെ തോക്ക് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 25 ലിറ്റർ കോടയും പോലീസ് പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കരിമണ്ണൂർ എസ്.ഐ ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. വേനൽക്കാലത്തെ ശക്തമായ ചൂടിനിടെ മറയൂർ മലനിരകളിൽ വ്യാപകമായി കാട്ടുതീയുണ്ടായി. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിന് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സമീപത്തെ കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീയാണ് ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത്. വേനൽക്കാലത്തെ ശക്തമായ ചൂടിനിടെ മറയൂർ മലനിരകളിൽ വ്യാപകമായ കാട്ടുതീയാണ് ഉണ്ടായത്. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിന് വ്യാപകമായ നാശനഷ്ടമുണ്ടായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സമീപത്തെ കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീയാണ് ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത്. കെട്ടിടത്തിന് പുറത്തുള്ള സർവീസ് വയറുകൾക്ക് ആദ്യം തീപിടിച്ചു. തുടർന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, പഴയ കസേരകൾ, ടെറസിന് മുകളിൽ കിടന്ന കരിയിലകൾ എന്നിവയ്ക്ക് തീ പടർന്നു. കുടിവെള്ള പൈപ്പുകളും കത്തി നശിച്ചു. ക്യാമ്പസിനുള്ളിൽ ഈ സമയം 150-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടായിരുന്നു. തീ കെട്ടിടത്തിനുള്ളിലേക്ക് പടരാതിരിക്കാൻ വിദ്യാർത്ഥികളും ജീവനക്കാരും ഒന്നിച്ച് വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. കൗണ്ടർ ഫയർ നൽകിയും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും ഇവർ തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. മറയൂർ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കോളേജ് വിദ്യാർത്ഥികളെയെല്ലാം സുരക്ഷിതരാക്കി. മറയൂർ മലനിരകളിലെ തീർത്ഥമല, പെരടിപ്പള്ളം, കാരയൂർ തുടങ്ങിയ മേഖലകളിലും വ്യാപകമായി കാട്ടുതീ പടരുന്നുണ്ട്. ഹെക്ടർ കണക്കിന് വനഭൂമി മണിക്കൂറുകൾക്കുള്ളിൽ കത്തി നശിച്ചു. ഓരോ വർഷവും കാട്ടുതീ നിയന്ത്രണത്തിനായി വനംവകുപ്പ് വൻതുക ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇല്ലാത്തതിന്റെ തെളിവാണ് ജൈവ വൈവിധ്യത്തിന് വരുന്ന വൻ നഷ്ടമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. INTUC സംസ്ഥാന കമ്മിറ്റി മെയ് 1 യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കും. യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ലോക മനുഷ്യ സമൂഹത്തിന്റെ സമാധാന ജീവിതം തകർക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് മെയ് 1 യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കുന്നതെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യുദ്ധങ്ങളുടെ പേരിൽ വിലക്കയറ്റം, പട്ടിണി മരണം, തൊഴിൽ നഷ്ടം, രോഗങ്ങൾ എന്നിവ കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് തൊഴിലാളികളാണ്. ഈ യുദ്ധത്തിന്റെ കെടുതികൾ രാജ്യത്തും സംസ്ഥാനത്തും വ്യാപകമാണ്. ഇന്ധനക്ഷാമവും വിലക്കയറ്റവും തൊഴിൽ നഷ്ടവും സ്ഥാപനം അടച്ചുപൂട്ടലും സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുന്നു. എല്ലാ യുദ്ധങ്ങളും സംഘർഷങ്ങളും അവസാനിപ്പിക്കുവാൻ ഭരണകൂടങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സ്റ്റോപ്പ് ദി വാർ എന്ന മുദ്രാവാക്യം ഉയർത്തി മെയ് ദിനത്തിൽ എല്ലാ ജില്ലകളിലും പ്രാദേശിക തലങ്ങളിലും പ്രകടനങ്ങളും യോഗങ്ങളും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. മെയ് 1 തീയതി യുദ്ധവിരുദ്ധ ദിനമായിട്ടാണ് കേരളത്തിലെ 14 ജില്ലകളിലും INTUCയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത്. യുദ്ധവിരുദ്ധ ദിനമായിട്ട്. അതോടൊപ്പം തന്നെ INTUC സംഘടന രൂപീകരിച്ചിട്ട് 79 വർഷം പൂർത്തിയാവുകയാണ്. 79 വർഷം പൂർത്തിയാകുന്നതിൻ്റെ ആ സ്ഥാപക ദിനമായ മെയ് 3 തീയതി ഇടുക്കി ജില്ലയിലെ എല്ലാ റീജിയണൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ജന്മദിന ആഘോഷങ്ങൾ എല്ലാ റീജിയണൽ കമ്മിറ്റിയിലും, ഇടുക്കി ജില്ലയിലെ 6 റീജിയണൽ കമ്മിറ്റികളാണുള്ളത്. 6 റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ യോഗങ്ങൾ എല്ലാ മേഖലകളിലും നടത്തപ്പെടുന്നതാണ്. നിലവിലെ മുതലാളി വർഗ സർവാധിപത്യ വർഗീയ ഭരണത്തിന് കീഴിൽ പുതിയ ലേബർ കോഡുകൾ നടപ്പിലാക്കിയും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി എന്ന പുതിയ പദ്ധതി കൊണ്ടുവന്നതും സാമൂഹിക സുരക്ഷാ പദ്ധതികളായ പ്രൊവിഡന്റ് ഫണ്ടും ESIയും ക്ഷേമനിധികളും ഇല്ലാതാക്കുന്ന ശ്രമം നടക്കുന്നതും പ്രതിഷേധാർഹമാണ്. തൊഴിലാളികൾക്കെതിരെ നടപ്പിലാക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മെയ് ദിനം തൊഴിലാളി ദിനമായ മെയ് ദിനത്തിൽ യുദ്ധവിരുദ്ധ ദിനമായി INTUC ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് യുദ്ധം ലോകവ്യാപകമായി തൊഴിലാളികൾക്കുണ്ടാകുന്ന കെടുതി കണക്ക് കൂട്ടാവുന്നതിനും അപ്പുറത്താണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
അതുകൊണ്ട് സർവ്വമേഖലയിലും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ദേശീയ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിന് എതിരായുള്ള വലിയ നീക്കങ്ങൾ INTUC നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിവസങ്ങളിൽ INTUC ഇത്തരത്തിലുള്ള ഒരു സമരമാർഗങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. INTUCയുടെ 79ാമത് സ്ഥാപക ദിനമായ മെയ് 3 ജില്ലാതലങ്ങളിൽ വിവിധ പരിപാടികളോടെ ആചരിക്കും. 2026 നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാന ജില്ലാ സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടികൾ ഊർജിതമാക്കാനും തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു. എല്ലാ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ശക്തിക്കും അതിനെ എതിർക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായിട്ട് ലോകമൊട്ടാകെ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും കേരളത്തിലെ 14 ജില്ലകളിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലും പൊതുസമ്മേളനവും റാലികളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഓർമ്മകൾ തൊഴിലാളികൾ 1884 തുടങ്ങിയ സമരം ഇന്നത്തെ തൊഴിലാളികൾക്ക് മനസ്സിലാകുകയില്ല. അവരുടെ ഒരു ഓർമ്മയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പരിപാടികളും ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന സർക്കാർക്ക് ഇതൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ പരിപാടികൾ ശക്തമായി INTUC നടത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ INTUC ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ, തോമസ് രാജൻ, രാജു ബേബി, വക്കച്ചൻ തുരുത്തിയിൽ, സന്തോഷ് അമ്പിളിവിലാസം, പ്രശാന്ത് രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മക്കുവള്ളി കോട്ടുപാളയിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. മാസങ്ങൾക്ക് മുൻപ് കാണാതായ മണിയാറൻകുടി സ്വദേശി സണ്ണിയുടേതാണ് അസ്ഥികൂടമെന്നാണ് സംശയം. കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മക്കുവള്ളി കോട്ടുപാള വനമേഖലയിൽ നിന്നാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത്. മണിയാറൻകുടി സ്വദേശിയായ തകരപ്പള്ളിയിൽ സണ്ണിയുടേതാണ് മൃതദേഹമെന്നാണ് സംശയം. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. മൃതദേഹത്തിന് ഏറെക്കാലത്തെ പഴക്കമുള്ളതിനാൽ പൂർണ്ണമായും അഴുകിയ അവസ്ഥയിലാണ്. സ്ഥലത്ത് കണ്ടെത്തിയ വസ്ത്രങ്ങൾ പരിശോധിച്ചാണ് ഇത് സണ്ണിയുടേതാണെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മൃതദേഹ അവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഉപ്പുതറ 3-ാം ഡിവിഷനിൽ ചീന്തലാർ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഞായറാഴ്ച സമാപിക്കും. ഏപ്രിൽ 12 മുതൽ 19 വരെ ഉപ്പുതറ ചീന്തലാർ 3-ാം ഡിവിഷനിലുള്ള ലേബർ ക്ലബ്ബ് മൈതാനത്ത് വെച്ചാണ് മത്സരം. സമാപന സമ്മേളനം യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിയോട് വിട, കായിക രംഗത്തിന് കൈകൊടുക്കാമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെറുമൊരു കായിക മത്സരം എന്നതിലുപരി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ടൂർണമെന്റിന്റെ പ്രധാന ലക്ഷ്യം. ഫുട്ബോളിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ചീന്തലാറിന്റെ കായിക സംസ്കാരത്തെ വരും തലമുറയ്ക്ക് കൈമാറുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങൾക്കാണ് നിരവധി പേരാണ് എത്തിയത്. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ, മാനേജ്മെന്റ് എന്നിവർ ചേർന്നാണ് വിജയികൾക്കുള്ള എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ ഭീമ ഗ്രൂപ്പിന്റെ പിന്തുണ വളരെ വലുതാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിയല്ല, മദ്യവും മയക്കുമരുന്നുമല്ല നമുക്ക് ലഹരി. ഫുട്ബോളാണ് നമുക്ക് ലഹരി എന്നുള്ള ആത്മബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ആത്മവാക്യം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചീന്തലാർ യൂത്ത് ക്ലബ്ബ് ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കുകയും അത് സംഘടിപ്പിക്കുന്നതോടനുബന്ധിച്ച് ഭീമ ഗോൾഡുമായിട്ട് സംസാരിക്കുകയും അവർ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേണ്ട സഹകരണങ്ങൾ ചെയ്തു തരാമെന്ന് സമ്മതിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പന ബ്രാഞ്ച് നമുക്ക് 25,000 രൂപയും ക്യാഷ് അവാർഡും നമുക്ക് തരികയുണ്ടായി. തുടർന്ന് 2ാം സമ്മാനത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കുകയും ഉപ്പുതറയിലെ സിറ്റി ബേക്കറി നമുക്ക് 2ാം സമ്മാനം തരികയും തുടർന്നുള്ള സഹായ സഹകരണങ്ങൾ ചെയ്ത് തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉപ്പുതറയിലെ വ്യാപാരികൾ തോട്ടം മേഖല കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി, അവരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായും ഉള്ള സഹായങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലുള്ള ആൾക്കാർ, ഉപ്പുതറ പഞ്ചായത്ത് കാർഷിക മേഖലയിലുള്ള ആൾക്കാർ, ടാക്സി ഡ്രൈവേഴ്സ്, അതോടൊപ്പം തന്നെ പീരുമേട് തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ഈ ഞങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ ഒപ്പം ഞങ്ങളോടൊപ്പം തന്നെ അണിയേർന്നിട്ടുണ്ട്. ടൂർണമെന്റിന്റെ വിജയത്തിനായി ഉപ്പുതറയിലെ വ്യാപാരി വ്യവസായികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, 3-ാം ഡിവിഷനിലെ തോട്ടം തൊഴിലാളികൾ എന്നിവരുടെ സഹകരണം വലുതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസാദ് CK, ജോമോൻ ജോസഫ്, MN സന്തോഷ് എന്നിവർ പങ്കെടുത്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കട്ടപ്പന നഗരസഭാതല മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു.
മഴക്കാലത്തിന് മുൻപായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് കട്ടപ്പന നഗരസഭയിൽ തുടക്കം കുറിച്ചത്. പാറക്കടവ് മുതൽ പുളിയന്മല വരെയുള്ള റോഡിന്റെ വശങ്ങളെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത്. തുടർന്ന് 35 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും ഒരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടി നിർവഹിച്ചു പോകുമ്പോഴാണ് നമുക്ക് നാടിനെ ഒരു ശുചിത്വ നിലവാരം അല്ലെങ്കിൽ ശുചിത്വത്തിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇന്ന് ഈ ഒരു രംഗത്ത് ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ശുചിത്വ നിലവാരം നിലനിർത്തുന്നതിന് ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ ചെയ്യുന്നതിനുള്ള ഒരു സന്നദ്ധത അവർ പ്രകടിപ്പിക്കുവാനായിട്ട് അവർ തയ്യാറാകും. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, ആലുവ ചൂണ്ടി ഭാരത് മാതാ കോളേജ്, പാലക്കാട് നെഹ്റു ലോ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി, നഗരസഭാ കൗൺസിലർ മഞ്ജു സുരേഷ്, ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറേഖ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് കുത്തിപ്പൊളിച്ചിട്ട റോഡ് ഇതുവരെ ടാർ ചെയ്തില്ലെന്ന് പരാതി. ജില്ലാ പഞ്ചായത്തിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ച വണ്ടിപ്പെരിയാർ അരണക്കൽ ഫാക്ടറി മുതലുള്ള 750 മീറ്റർ റോഡ് നിർമ്മാണമാണ് എങ്ങും എത്താത്തത്. ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ആശ്രയമായ റോഡാണ് വണ്ടിപ്പെരിയാർ സത്രം റോഡ്. റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു കിടക്കുകയാണ്. മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കരാറെടുത്തെങ്കിലും പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ലെന്നാണ് പരാതി. ഇതിനിടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച അരണക്കൽ ഫാക്ടറി മുതലുള്ള 750 മീറ്റർ റോഡ് ടാറിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നുമാണ് പരാതി. ഈ റോഡ് കൊത്തിപ്പൊളിച്ചിട്ടിട്ട് ഇലക്ഷന് മുമ്പേ ഇട്ടതാ. എന്നിട്ട് ജനങ്ങൾ പലതവണ പരാതിപ്പെട്ടിട്ടും ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലാതെ ഈ റോഡ് ഇതാ കണ്ടീഷൻ. പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരും ബസ്സും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കോൺട്രാക്റ്റുകാരനോട് പറഞ്ഞു. സീസൺ സമയത്ത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാതയാണിത്. ഇതുമൂലമാണ് ജില്ലാ പഞ്ചായത്തും പണം അനുവദിച്ചത്. റോഡ് കുത്തിപ്പൊളിച്ചിട്ടതിനാൽ പ്രദേശമാകെ പൊടിപടലങ്ങൾ മൂടുന്നതും നാട്ടുകാരെ വലയ്ക്കുകയാണ്. ആദിവാസികളുടെ മൺമറഞ്ഞ കൃഷി സമ്പ്രദായങ്ങളും വിളകളും വീണ്ടെടുക്കാൻ പുനർജീവനം എന്ന പേരിൽ വനംവകുപ്പ് നടപ്പാക്കിയ പരമ്പരാഗത കൃഷി വിജയം. കാലഹരണപ്പെട്ടെന്ന് കരുതിയ 30 വിളകളാണ് തിരികെ എത്തിയത്. പുതിയ ഭക്ഷണശീലങ്ങളിലേക്ക് വഴിമാറിയ ആദിവാസികളെ പരമ്പരാഗത കാർഷിക സംസ്കാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സംസ്ഥാനത്ത് ആദ്യമായാണ് പദ്ധതി പരീക്ഷിച്ചത്. ചിന്നാർ വനത്തിൽ വസിക്കുന്ന ആദിവാസി ഊരുകളിലെ കാലഹരണപ്പെട്ട വിളകളുടെ പുനരുൽപാദനം നടത്തി അതിലൂടെ ആദിവാസി സമൂഹത്തിന്റെ ഭക്ഷണ വ്യതിയാനം ഇല്ലാതാക്കുക, റാഗി, ഗോതമ്പ്, നെല്ലിനങ്ങൾ തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ആദിവാസി സമൂഹങ്ങൾ പണ്ട് കൃഷി ചെയ്തിരുന്ന അപൂർവ ഇനം വിത്തിനങ്ങൾ കണ്ടെടുത്ത് കൃഷി ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യത്തിനാണ് വനംവകുപ്പ് നേതൃത്വം നൽകിയത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി 2016 ജൂലൈ ആദ്യം ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ തായണ്ണൻകുടി കോളനിയിൽ പരീക്ഷണാർത്ഥം തുടങ്ങിയ കൃഷി വിജയം കണ്ടു. കുടികളിൽ നിന്ന് ശേഖരിച്ച പച്ചമുട്ടി, പൂവൻരാഗി, കരിമുട്ടി, തൊങ്കൽ, നീലക്കണ്ണി, ഗിരികേപ്പ തുടങ്ങി 7 ഇനം പരമ്പരാഗത വിത്തുകൾ ആദ്യഘട്ടമെന്ന നിലയിൽ തായണ്ണൻകുടി കോളനിയിലെ 14 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തു. ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്നൊരു മാറ്റം എന്ന് പറയുന്നത് അവര് കൃഷി ചെയ്യുന്ന രീതി ശരിക്കും വിത്ത് വിതയ്ക്കുമായിരുന്നു, ഇങ്ങനെ പാകി വിതയ്ക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഓർഗാനിക് ആയിട്ട് എന്നുവെച്ചാൽ രാസവളങ്ങൾ ഒന്നും തന്നെ ചേർക്കാതെ ചാണകം മാത്രം ഇട്ടുകൊണ്ട്, ജൈവവളം മാത്രം ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കൃഷി സമ്പ്രദായ രീതിയാണ് കുടിയിൽ അവലംബിച്ചത്. മാത്രമല്ല പറിച്ചു നടുന്ന പോലെ റാഗിയുടെ വിത്ത് ഒരു ഞാറ് നടുന്ന പോലെ, ഏകദേശം നമുക്ക് മനസ്സിലാകും ഞാറ് നടുന്നത് പോലെ തന്നെ നമ്മൾ നട്ടെടുത്ത് ആ കൃഷി കൊണ്ടുവന്ന് അത് അപ്പൊ അവർക്ക് ഒത്തിരി വരുമാനം കണ്ടെത്താൻ പറ്റും. കാരണം വെച്ചാൽ ഒരു ചെടിയിൽ നിന്ന് നമുക്കൊരു 4-5 കതിരെടുക്കാൻ പറ്റും. പക്ഷെ അവരെടുത്തുകൊണ്ടിരുന്നത് ഒരു കതിരിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് ഒരു കതിര് മാത്രമായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു കതിര് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിൽ 4-5 കതിര് അവർക്ക് എടുക്കാൻ പറ്റുമ്പോൾ വരുമാനം കൂടി. അപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു. അവരുടെ ഭക്ഷണ രീതിയിലേക്ക് എന്നുവെച്ചാൽ ഈ റാഗി കട്ടിയാണ് അവർ മെയിൻ ആയിട്ട് കഴിക്കുന്നത്. അത് മാത്രമേ അവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളതിന് മാറ്റം വരുത്തി. റാഗി എന്നുള്ള റാഗി ലഡു, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റാഗി ലഡു ഉണ്ടാക്കാം. റാഗി പത്തിരി, റാഗി പക്കോട, റാഗി പുട്ട്, അരിയും കൊണ്ട് എന്തൊക്കെ നമുക്ക് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം സെയിം ഈ റാഗിയും കൊണ്ട് ഉണ്ടാക്കാമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് നമുക്കൊന്ന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനും വേണ്ടിയിട്ട് നമുക്ക് അവസരം കിട്ടി. അപ്പൊ പുനർജീവനം കൃഷി 2016 നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കൃഷി വകുപ്പ് ഇത് വന്ന് വിസിറ്റ് ചെയ്യുകയും നമ്മുടെ പുനർജീവനത്തിന്
പ്ലാൻ ജീനോം സേവിയർ കമ്മ്യൂണിറ്റി അവാർഡ് പറഞ്ഞ നാഷണൽ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജൈവ രീതിയിലെ കൃഷിയുടെ മേൽനോട്ടവും പരിപാലനവുമെല്ലാം ആദിവാസികൾ തന്നെയാണ് നിർവഹിച്ചത്. മാർഗനിർദ്ദേശങ്ങളും മറ്റ് സഹായവും വനം വകുപ്പും നൽകി. തുടർന്നാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം ആരംഭിച്ച് വിജയകരമായി കൃഷി ഇറക്കുകയും അതിന്റെ കൊയ്ത്തുത്സവം നടത്തുകയും ചെയ്തത്. ഇതോടെ കാലഹരണപ്പെട്ടെന്ന് കരുതിയ 30 ഇനം പാരമ്പര്യ വിളകൾ വീണ്ടെടുക്കാനായി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. തെരഞ്ഞെടുപ്പ് തോറ്റാൽ താൻ വനവാസത്തിന് പോകുമെന്ന് മുൻപ് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒടുവിൽ വനവാസത്തിന് പോയി. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുമെങ്കിലും സംഗതി സത്യമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ വനവാസമല്ല, വാഗമണ്ണിലെ മനോഹരമായ ഒരു റിസോർട്ടാണ്. കൃത്യസമയത്ത് തന്നെ വി ഡി സതീശൻ വനവാസത്തിലേക്ക് എത്തി. മുൻ വനംവകുപ്പ് മന്ത്രി KP വിശ്വനാഥന്റെ സഹോദരി പുത്രൻ അശ്വിന്റേതാണ് ഈ പുത്തൻ സംരംഭം. ചടങ്ങിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. വി ഡി സതീശന്റെ വനവാസം പരാമർശത്തിന് മുൻപേ തന്നെ പേര് നിശ്ചയിച്ചിരുന്നുവെന്നാണ് റിസോർട്ടിന്റെ പിന്നണിയിലുള്ളവർ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുട്ടിക്കാനത്തെ ട്രക്കിങ്ങിലായിരുന്ന സതീശൻ അവധിക്കാലം പൂർത്തിയാക്കിയാണ് വാഗമണ്ണിലേക്ക് എത്തിയത്. ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കപ്പെട്ട ട്രക്കിങ്ങിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ക്ലൈമറ്റ് നാച്ചുറൽ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട 212, വിൽപ്പനയ്ക്ക് വന്നത് 42,524, വിൽപ്പന നടന്നത് 38,333. കൂടിയ വില 3,508, ശരാശരി വില 2,686. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,750, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പൂ 900, കൊക്കോ 80, റബ്ബർ 200. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 14,280 രൂപ, വെള്ളി 280. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HSCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ഹൈറേഞ്ചിലെ പ്രധാന വാണിജ്യ വിളയായ ഏലക്കായുടെ വിലയിൽ അടുത്തിടെ ഉണ്ടായ വർധന കർഷകർക്ക് വലിയ ആശ്വാസം. ഈ ദിവസങ്ങളിൽ വിപണിയിൽ രേഖപ്പെടുത്തിയ വർധന കിലോയ്ക്ക് ഏകദേശം 300 രൂപ വരെ. അതേസമയം കൊടുംചൂടിൽ ഏലം കൃഷി കരിഞ്ഞുണങ്ങുന്നത് കർഷകർക്ക് തിരിച്ചടി. ഉടുമ്പന്നൂരിൽ ആയുധശേഖരവും ചാരായം മാറ്റാൻ സൂക്ഷിച്ച കോടയുമായി ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിമണ്ണൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഉപ്പുകുന്ന് CK കട ഭാഗത്ത് താമസിക്കുന്ന ഇളയമാക്കൽ പ്രവീണിനെ. വേനൽക്കാലത്തെ ശക്തമായ ചൂടിനിടെ മറയൂർ മലനിരകളിൽ കാട്ടുതീ വ്യാപകം. തീ കാന്തല്ലൂർ അഞ്ചുനാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് ക്യാമ്പസിലേക്ക് പടർന്നതിനെ തുടർന്ന് കോളേജ് ക്യാമ്പസിനുണ്ടായത് വ്യാപക നാശനഷ്ടം. ശക്തമായ കാറ്റ് വീശിയതോടെ കോളേജ് ക്യാമ്പസിലേക്ക് വ്യാപിച്ചത് കാരയൂർ ഭാഗത്ത് പടർന്ന കാട്ടുതീ. INTUC സംസ്ഥാന കമ്മിറ്റി മെയ് 1 യുദ്ധവിരുദ്ധ ദിനമായി ആചരിക്കും. പരിപാടി യുദ്ധങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും ലോക മനുഷ്യ സമൂഹത്തിന്റെ സമാധാന ജീവിതം തകർക്കുന്ന സാഹചര്യത്തിൽ
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.